കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹോളിലൂടെ നടന്നു പോവുകയായിരുന്ന സുധീഷിനെ കാണാൻ ഡ്രൈവർ ഇങ്ങോട്ട് വരൂ എന്ന് രാജീവ് വിളിക്കുമ്പോഴേക്കും സുധീഷ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. അപ്പോഴേക്കും രാജീവും അവനെ ഡ്രൈവർ എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ട്. എത്രയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും നീ അടിസ്ഥാനപരമായി അതാണ്. ഇത്രയൊക്കെ ആവാൻ കഴിയൂ. മാഡത്തിന് കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോകണം, സൂക്ഷിച്ചു പോയി കൊണ്ടുവിട്ട് വരണം. രാജീവ് പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കും. എന്താ നോക്കുന്നേ, നീ ഡ്രൈവർ തന്നെയല്ലേ എന്ന് രാജീവ് അവനോടായി ചോദിക്കുമ്പോഴേക്കും രാജീവ് ഏട്ടാ, ഞാൻ നിഹാരെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹേമ ഇവിടുന്ന് പോവുക. അരുണും അച്ഛനോടായി ഇവനോടൊക്കെ ചലഞ്ച് ചെയ്യുമ്പോൾ ഒരാഴ്ച തന്നെ കൂടുതലല്ലേ അച്ഛ. അച്ഛൻ നോക്കിക്കോ, 2 ദിവസത്തിനുള്ളിൽ ഇവൻ ഇവിടുന്ന് പോവും, അതും ഒറ്റയ്ക്ക്. ആ പോക്ക് എവിടം വരെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്ന് പറയെ രാജീവും അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് 24 മണിക്കൂർ തീർന്നതിനു മുന്നേ ഞാൻ നിന്നെ ഈ വീട്ടിലെ ഡ്രൈവറാക്കി. ഇതൊരു തുടക്കമാ. അധികം വൈകാതെ നിധി തന്നെ നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയും. പിന്നെ അവൾ ഇവിടെ ആയതിനു ശേഷമുള്ള നിന്റെ കാര്യം, അതിന് ഞാൻ വേറെ കണക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഹേമ നിഹാരയും കൂട്ടി അങ്ങോട്ടെത്തുകയാ. ശരി എന്നാ പോയിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും ഹേമയും മോളും അവിടുന്ന് പോവുകയാ. പുറകെ സുധീഷും പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും രാജീവ് ഹേയ് ഡ്രൈവർ എന്ന് വിളിക്കുക. അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ്. രാജീവ് അപ്പോഴേക്കും വണ്ടിയുടെ ചാവിയെടുത്ത് അവൻ എറിഞ്ഞു കൊടുക്കുകയാണ്. അവൻ അത് ക്യാച്ച് ചെയ്ത് പിടിക്കുമ്പോഴേക്കും ഗുഡ്, പോയിട്ട് മാഡത്തിനെയും കൊണ്ട് തിരിച്ചു വാ ഡ്രൈവറെ എന്ന് കളിയാക്കി ചിരിക്കുക രാജീവ്. സുധീഷും ദേഷ്യം കടിച്ചമർത്തി ആ ചാവിയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവിടെ രാത്രിയാവുമ്പോൾ ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ സാധനങ്ങളെല്ലാം അകത്തേക്ക് എടുത്തു വെക്കുന്ന തിരക്കില ടിറ്റോയും ചന്തുവും. എല്ലാം നേരത്തെ ഒതുക്കിയ നേരത്തെ പോവാം എന്ന് പറഞ്ഞ് ആശാനെ ഞാൻ ഇറങ്ങട്ടെ എന്ന് ടിറ്റോ ചോദിക്കുക. എന്താടാ ഇത്ര ധൃതി, വണ്ടികളൊക്കെ എടുത്തു വെക്കണ്ടേ എന്ന് ഹരീഷ് ചോദിക്കേ ചന്തുവും ആശാനുമില്ലേ എന്ന് ടിറ്റോയും. എല്ലാം കഴിഞ്ഞിട്ട് പോയാ മതി. എല്ലാം എടുത്തു വെച്ചിട്ട് ഇന്ന് ഓരോ വണ്ടിക്കും ചെയ്ത വർക്ക് എന്താണ്, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കേ, എന്നിട്ട് പോയാൽ മതി എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ. എന്നാ ഞാനിവിടെ കിടക്കാം, അതാവുമ്പോ അമ്പലക്കുളത്തിൽ പോയി കുളിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നാ മതിയല്ലോ എന്നവൻ പറയേ. വേണമെങ്കിൽ അതും ചെയ്യേണ്ടി വരുമെന്ന് ഹരീഷും. ഓടക്കല്ലേ ആശാനെ എന്ന് ടിറ്റോ പറയുമ്പോഴേക്കും നീതുവും തന്റെ സ്കൂട്ടിയും തള്ളിക്കൊണ്ട് അങ്ങോട്ട് വരികയാ. ആളെത്തി കേട്ടോ ഹരീഷേട്ടാ എന്ന് ചന്തു വിളിച്ചു പറയുമ്പോഴേക്കും ഹരീഷും ജോലി നിർത്തി സന്തോഷത്തോടെ എഴുന്നേൽക്കുകയാ. എന്താ നീതു വണ്ടി തള്ളിക്കൊണ്ട്, പെട്രോൾ തീർന്നോ എന്ന് ചന്തു ചോദിക്കേ. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നീതുവും അതിവിടുന്ന് ശരിയാക്കി കൊണ്ടുപോയതാണല്ലോ എന്ന് ടിറ്റോ ചോദിക്കേ. അതിനുത്തരം ശരിയാക്കി തന്നവർ തന്നെ പറയണം. നിങ്ങളെ വിശ്വസിച്ച് വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോയതാ, ഇപ്പോ വീണ്ടും അതേ പ്രശ്നം എന്ന് നീതു പറയേ. അയ്യോ കടയടയ്ക്കാറായല്ലോ, നാളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് ടിറ്റോയും. ആര് പറഞ്ഞു അടയ്ക്കാറായിന്ന്, ഇനി കുറച്ചു നേരം കൂടിയുണ്ട് എന്ന് നീതു പറയേ. ഇനി നേരോ, എവിടുന്ന് എന്ന് ടിറ്റോയും. അത് കേൾക്കെ ഹരീഷും എടാ നീയും ചന്തവും വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയേ. അല്ല അത് സാരമില്ല, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ചന്തവും. വേണ്ടടാ, രാവിലെ തൊട്ട് നിക്കല്ലേ, പൊക്കോ എന്ന് ഹരീഷ് പറയേ. അല്ല അപ്പോ വണ്ടികളുടെ സർവീസിന്റെ കണക്കെടുക്കണ്ടേ എന്ന് ടിറ്റോയും. ആകെ 4 വണ്ടിയല്ലേ ഉള്ളൂ, അതിന്റെ എന്ത് കണക്കെടുക്കാനാ എന്ന് ഹരീഷ് ചോദിക്കേ. നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് ടിറ്റോയും. എടാ നീ ഒന്ന് പോവാൻ നോക്കുന്നുണ്ടോ ടിറ്റോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. എടാ ചന്തു, ആശാൻ ഇത്തിരി സ്വസ്ഥമായിട്ട് ജോലി ചെയ്യണമെന്ന് തോന്നുന്നു, നമുക്കങ്ങ് പോയാലോ എന്ന് ടിറ്റോ ചോദിക്കേ. രാത്രി നേരമാണ്, ഇവളുടെ അച്ഛൻ ഓട്ടോ ചന്ദ്രൻ ഇതിലെ വന്നാൽ അറിയാലോ, അധിക നേരം നിർത്താതെ ഇവളെ അങ്ങ് പറഞ്ഞു വിടാൻ നോക്ക് കേട്ടോ എന്ന് ചന്തുവും പറയുന്നു. പോള ചെറുക്ക അവിടുന്ന് എന്ന് ഹരീഷ് പറയേ. ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് നീതുവിനോടും പോട്ടെ സീസ് എന്ന് യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോഴേക്കും ടിറ്റോ നീതുവിന്റെ വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അത് സ്റ്റാർട്ട് ആവുകയാണ്. അവൻ സന്തോഷത്തോടെ വണ്ടി സ്റ്റാർട്ടായി എന്ന് പറഞ്ഞ് ഐഡിയ കൊള്ളാം, പക്ഷേ ചന്ദ്രേട്ടന്റെ അടുത്ത് ഓടൂല, അതുകൊണ്ട് അച്ഛൻ വരുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് പോവാൻ നോക്കുന്നു നീതുവിനോടായി പറഞ്ഞ് ഹരീഷിനോടും യാത്ര പറഞ്ഞ് ചന്തുവിന്റെ ബൈക്കിൽ കയറി പോവുകയാണ് ടിറ്റോയും. പിന്നീട് ഹരീഷും നീതുവുമൊത്തുള്ള പ്രണയ നിമിഷങ്ങളാണ്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വേറെന്തുണ്ട് എന്ന് ചോദിക്കേ. വേറെന്ത്, ഫോൺ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി, അതാ നേരിട്ട് വന്നത്. ഒരു ഗുഡ് മോർണിംഗ് അയച്ചതിന് മറുപടി തരാൻ ഇത്രയും നേരമോ എന്നവൾ ചോദിക്കേ ചിരിയോടെ. അത് പഴക്കമില്ലല്ലോ എന്ന് ഹരീഷും. ഇനി പഴകിക്കോളും എന്നവൾ പറയുന്നത് കേൾക്കെ ഹരീഷ് ചിരിയോടെ തല താഴ്ത്തി നിൽക്കുന്ന കണ്ട് ഹരീഷേ നീ എന്നോട് ഇങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. അല്ല പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്താ കാരണമെന്ന് നീതി ചോദിക്കുക. എന്തോ അങ്ങനെ തോന്നിയെന്ന് ഹരീഷും. അന്ന് സുഭാഷേട്ടന് വേണ്ടി എന്നോട് സംസാരിച്ചില്ലേ, അതോടെ നമുക്കിടയിലെ എല്ലാം നിന്നുപോയി എന്നാ ഞാൻ കരുതിയത്. പക്ഷേ അതായിരുന്നു ആരംഭമെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കിയത്. നിന്നെ വിശ്വസിക്കാലോ അല്ലേ എന്ന് നീതി ചോദിക്കുക. അതെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ഹരീഷ് ചോദിക്കേ. അല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞ് മാറ്റി പറയില്ലല്ലോ അല്ലേ എന്നവൾ ചോദിക്കേ. ഞാൻ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഹരീഷും. പറയരുതെന്നാ പറഞ്ഞേ എന്ന് നീതു പറയേ. പറയുന്നില്ലെന്ന് ഹരീഷും. അത് ശരി, അപ്പോ നിനക്കുമുണ്ടെന്ന് ഉറപ്പിക്കാലോ എന്ന് നീതു ചോദിക്കേ. എന്ത് എന്ന് ഹരീഷ്. വേറെന്ത്, ലവ് എന്നവൾ കൂളായി പറയേ.
അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് ഹരീഷും. എന്നാ ശരി, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞ് അവൾ വണ്ടി എടുക്കാനായി തുടങ്ങുമ്പോഴേക്കും പോവില്ലേ എന്ന് പറഞ്ഞ് ഹരീഷും തടയുകയാ. എന്താ പോവാനും പാടില്ലേ എന്ന് നീതു ചോദിക്കേ. അല്ല, ഞാനും വരാമെന്ന് ഹരീഷ്. എന്തിനാ എന്ന് നീതു ചോദിക്കേ. അല്ല, വീട് വരെ കൊണ്ടാക്കാൻ. അയ്യടാ, ഇന്നലെ ഇച്ചിരി നേരം കൂടെ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് എന്നും നിന്റെ കൂടെ ബൈക്കിൽ വരുമെന്നാണോ എന്നവൾ ചോദിക്കേ. അയ്യോ അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ബൈക്കിൽ പുറകെ വരാമെന്നാ എന്നവൻ പറയേ. ഓ അങ്ങനെ, എന്നാ വാ എന്ന് നീതു. അതുകൾക്ക് സന്തോഷത്തോടെ ഞാൻ ഇന്ന് അടയ്ക്കട്ടെ എന്ന് പറഞ്ഞവൻ കടയുടെ ഷട്ടർ എല്ലാം താഴ്ത്തിക്കൊണ്ട് കുട്ടിയിൽ വീട്ടിലേക്ക് പോകുന്ന നീതുവിന് പുറകെ തന്റെ ബൈക്കിൽ പോവുകയാണ്. പ്രണയത്തോടുള്ള ആ യാത്രക്കിടയിൽ നീതുവും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവന് തിരിച്ച് ലവ് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറില്ലേ ഉണ്ടായത്. അക്കാര്യം അവൻ തന്ത്രത്തിൽ മറച്ചു പിടിച്ചതാവോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഹരീഷും അവളെ കടന്നു പോയി കഴിഞ്ഞിരുന്നു. അവൻ മുന്നിൽ കൊണ്ടുചെന്ന് നിന്ന് ബൈക്ക് നിർത്തുമ്പോഴേക്കും നീതുവും അങ്ങോട്ടെത്തി തന്റെ സ്കൂട്ടി നിർത്തി. എന്താ ഇവിടെ നിർത്തിയേ എന്ന് ചോദിക്കുന്നുണ്ട്. നേരെ പോയാ നിന്റെ വീടാവില്ലേ, ആരെങ്കിലും കണ്ടിട്ട് പ്രശ്നമാവണ്ട, പൊക്കോ എന്നവൻ പറയേ. അത് സമ്മതിച്ച് ഗുഡ് നൈറ്റ് പറയുക നീതു. പോവാൻ തുടങ്ങിയ അവൾ ഹരീഷിനെ ഒന്ന് നോക്കി സൈറ്റ് അടിക്കുമ്പോഴേക്കും ഹരീഷും ഒരു ഞെട്ടലോടെ നോക്കി ചിരിയോടെ അവൾ പോകുന്നത് നോക്കി ഇരിപ്പാ. അതെനിക്ക് ഇഷ്ടായി എന്ന് പറഞ്ഞ് അവൻ വണ്ടിയും എടുത്ത് പോവുകയാ. അവിടെ നിധിയുടെ വീട്ടിൽ രാത്രി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ചപ്പാത്തിയും ചിക്കനും കഴിക്കുന്നതിനിടെ രാജീവ് സുധീഷിനോടായി പറയുന്നുണ്ട്, സുധീഷ് എന്താ ഇങ്ങനെ വിലകിക്കൊണ്ടിരിക്കുന്നത്, എടുത്ത് കഴിക്കുന്നു. എന്നിട്ട് ഹേമയോടായി സുധീഷിന് ചിക്കൻ ഇട്ട് കൊടുക്ക് എന്ന് പറയേ. ഹേമ വിളമ്പാൻ തുടങ്ങുമ്പോഴേക്കും നിധിയും അമ്മയെ തടഞ്ഞ് വേണ്ട വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ സുധീഷ് എടുത്തോളൂ എന്ന് പറയുകയാ. കഴിക്കേ, ഇവിടുന്ന് പോകുമ്പോഴേക്കും ഒരു 2 കിലോ എങ്കിലും കൂടണം. ഭാര്യ വീട്ടിൽ വന്നിട്ട് മെലിഞ്ഞു പോയി എന്ന് പറയാൻ പാടില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കെ ചിരിയോടെ സുധീഷ് നോക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന അരുണിനെയാണ് കാണുന്നത്. അത് കാണി അവനും സംശയത്തോടെ, ഈശ്വര, ഇനി എന്നെ അറക്കാനാണോ ഇവരുടെ പ്ലാൻ എന്ന ആലോചനയോടെ ഇരിക്കെ നിധിയും അവനൊരു ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാ. അവനത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷെ, എത്ര വർഷമായി ഈ ഡ്രൈവർ പണി തുടങ്ങിയിട്ടെന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അതൊരു 5-6 വർഷമായി കാണുമെന്ന് സുധീഷ് പറയെ. അപ്പോ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ നേരിട്ട് ചെന്ന് വളയം പിടിക്കാൻ തുടങ്ങി കാണും അല്ലേ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്ന് രാജീവ് പറയേ. അതെ, കോളേജ് കഴിഞ്ഞ ഉടനെ നേരെ പോയി ട്രാവൽസിൽ ചേരുകയായിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് കേൾക്കെ അരുണും, നിധി, സുധീഷ് ട്രാവൽസിൽ ജോലി ചെയ്യുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുക. നിധി എന്തു പറയണമെന്നറിയാതെ അരുണിലോടെ ഇരിക്കുമ്പോഴേക്കും ഇത്രയും ഒരു ചുമ വരുത്തിക്കൊണ്ട് അവളുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. നിധിയും സാന്ദ്രയും ഒന്ന് നോക്കിക്കൊണ്ട്, ആ എനിക്കറിയായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേ. രാജീവും, ഇനി എത്ര കാലം ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാനാ പ്ലാൻ? മോളിലേക്കൊക്കെ വരണ്ടേ? എന്നും ഇങ്ങനെ കഴിഞ്ഞ മതിയോ? ഒരു ബിസിനസ്സോ മറ്റോ തുടങ്ങാൻ ആലോചിച്ചൂടെ എന്ന് രാജീവ് ചോദിക്കേ. അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലല്ലേ എന്ന് അരുണും. ഐഡിയകളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ അതിനെല്ലാം പണം മുടക്കണ്ടേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. വലിയ ബിസിനസ് ചെയ്യണം, ഒരുപാട് പണം സമ്പാദിക്കണം, ആളുകളുടെയൊക്കെ മുമ്പിൽ വലിയൊരു പണക്കാരനാണെന്ന് ഷോ ഓഫ് കാണിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം നന്നായിട്ട് പോകുന്നുണ്ട്. പണമൊക്കെ ഒരു സമയമാകുമ്പോ അങ്ങനെ ഉണ്ടായിക്കോളും അല്ലേ നിധി എന്ന് സുധീഷ് ചോദിക്കെ. നിധിയും ചിരിയോടെ തലയാട്ടുകയാം. നല്ല തീരുമാനം, പക്ഷേ ഒരു വിവാഹത്തിന് പറ്റിയതല്ല, ബാച്ചിലർക്ക് പറ്റിയത്. ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടിക്ക് മുൻപ് അനുഭവിച്ച സൗഭാഗ്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും നൽകണമെന്നുള്ളൊരു തോന്നല് ഭർത്താവിന് വേണ്ടേ? ഇങ്ങനൊരു വിവാഹമാകുമ്പോ പെട്ടെന്ന് നടക്കില്ലെന്നറിയാം, പക്ഷേ പതിയെ പതിയെ അതിലേക്ക് ഉയർന്നു വരണമല്ലോ. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാം. എല്ലാ ബിസിനസ്സും നോക്കി നടത്താൻ ഞാനും അരുണും കൂടി കഷ്ടപ്പെടുകയാണ്. എന്തെങ്കിലും ഒന്ന് സുധീഷ് ഏറ്റെടുക്ക്, എന്നിട്ട് ഇവിടെ തന്നെ താമസിച്ച് അത് നോക്കി നടത്തട്ടെ അല്ലേ എന്നച്ഛൻ അരുണിനോടായി ചോദിക്കെ. അരുണും പതർച്ചയോടെ ഇരിക്കുകയാ. അത് ശരിയാവില്ലെന്ന് നിധി പറയേ. അതെന്തായെന്ന് അരുണും. അല്ല, സുധീഷിന് സ്വന്തം കുടുംബവും ജോലിയും ഒന്നും വിട്ട് വരാൻ കഴിയില്ല എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷും, ഓ പൊട്ടിക്കാളി, എനിക്ക് ബിസിനസ് എഴുതി തരാനൊന്നുമല്ല, വെറുതെ പരിഹസിക്കാനും എങ്ങനെയെങ്കിലും കൊടുക്കാനുമാ നിന്റെ അച്ഛൻ നോക്കുന്നത് എന്ന് മനസ്സിൽ പറയുക സുധീഷും. എന്നാ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ എന്തെങ്കിലും തുടങ്ങിയാലോ? സുധീഷ് നോക്കാമെന്നിട്ടാ തിരുവനന്തപുരത്ത് തുടങ്ങാൻ ഞാൻ റെഡി എന്ന് രാജീവ് വീണ്ടും പറയേ. ഏയ് അതൊന്നും ശരിയാവില്ല, എനിക്ക് ഈ ബിസിനസ്സിൽ അത്ര അറിവൊന്നുമില്ല, എനിക്ക് ഇതൊക്കെ മതിയേ എന്ന് സുധീഷും പറയുകയാ. അതുകൾക്ക് രാജീവും ചിരിയോടെ, അതിലിപ്പോ എന്താ അറിയാനുള്ളത്, ഞങ്ങൾ ഇതൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോ പഠിച്ചിട്ട് വന്നവരാണ്. തെറ്റും തിരുത്തും, ഇനിയും തെറ്റും ഇനിയും തിരുത്തും, അങ്ങനെ തിരുത്തിയ ചില കാര്യങ്ങളൊക്കെ നേർവഴിക്ക് കൊണ്ടുവരുന്നത് എന്നവൻ പറയേ. ഏതായാലും ഇപ്പൊ ഒരു ജോലി ഉണ്ടല്ലോ, അതുമായി മുന്നോട്ട് പോട്ടെ, ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം നിധി എന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുക. അവളും ചിരിയോടെ അത് സമ്മതിക്കേ. സുധീഷ് വലിയ അഭിമാനിയാണെന്ന് തോന്നുന്നല്ലോ. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയ ഉറപ്പായിട്ടും എന്നോട് പറയണം, ആരും സഹായത്തിനില്ലെന്ന് വിചാരിക്കേണ്ട, ഞാനുണ്ട് കൂടെ, കേട്ടോ സുധീഷേ എന്ന് രാജീവ് പറയേ. സുധീഷും തല കുലുക്കി സമ്മതിച്ചുകൊണ്ട്, എടോ പരട്ട മുതലാളി, മകളുടെ മുന്നിൽ നല്ല അച്ഛനാണെന്ന് തെളിയിക്കാൻ അഭിനയിച്ച് തകർക്കുകയല്ലേ? നടക്കട്ടെ നടക്കട്ടെ, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇത്രയും സ്നേഹമുള്ള അച്ഛൻ അത് ചെയ്യില്ലെന്ന് നിധിക്ക് തോന്നണം. അതാണ് തന്റെ പ്ലാൻ. പക്ഷേ താൻ അത് സുധീഷിനെതിരെയാണ് തയ്യാറാക്കുന്നത്, അത് മറക്കണ്ട കേട്ടാ എന്ന് ചിരിയോടെ ആലോചിച്ചിരിക്കെ. അല്ല, എന്താ ആലോചിക്കുന്നേ എന്ന് രാജീവും ചോദിക്കുന്നുണ്ട്. ഏയ് ചുമ്മാ എന്ന് സുധീഷ് പറയേ. കഴിക്കെന്ന് രാജീവ്. പിന്നീട് നിധിയുടെ റൂമിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടന്ന് നിധിയെ കാണുന്നില്ലല്ലോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു കുടുംബമാണോ? അമ്മായിയപ്പനും അളിയനും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലുണ്ട്. അന്ന് കാറിൽ വെച്ച് അയാൾ പറയുന്നതും കേട്ട് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. വെറുതെ വെല്ലുവിളിച്ച് സംഗതി ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എന്റെ ഈശ്വര, ഇനി 4 ദിവസം കൂടി ഇവരോട് വഴക്കിടാൻ ഇടവരുത്തരുതേ. അതിനുള്ള ക്ഷമ എനിക്ക് നീ തരണേ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോഴാണ് നിധിയുടെ ഇവരിൽ തൂക്കിയിട്ട നിധിയുടെ ചിരിയോടുള്ള ഒരു ഫോട്ടോ കാണുന്നത്. എത്ര മനോഹരമായ ചിരി! ഈ നരകത്തിൽ എനിക്കുള്ള ഒരേ ഒരു ആശ്വാസം നിന്റെ കൂടെ ഈ മുറിയിൽ കഴിയുന്നു എന്നുള്ളതാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നോക്കി നിന്നുകൊണ്ട് വീണ്ടും ഡോറിനടുത്തേക്ക് നോക്കി. ഇനിയും അവളെ കാണുന്നില്ലല്ലോ, ഉറങ്ങാനുള്ള സമയമായില്ലേ, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ നിൽപ്പാം. അവിടെ ലിവിംഗ് റൂമിലിരിക്കുകയാണ് രാജീവും ഹേമയും അരുണുമെല്ലാം. നിധി അതിലെ റൂമിലേക്ക് നടന്നു പോകുമ്പോഴേക്കും അരുൺ അച്ഛന്ന് വിളിച്ച് നിധിയെ കാണിച്ചു കൊടുക്കുകയാ. അത് കാണേ അച്ഛനും നിധി വാ മോളെ എന്ന് വിളിക്കേ നിധിയും ചിരിയോടെ അങ്ങോട്ടെത്തി. എല്ലാരും കൂടി എന്തോ ചർച്ചയിലാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുന്നു. ഏയ് അങ്ങനൊന്നുമില്ല, വാ ഇരിക്കേ എന്ന് രാജീവ് പറയുമ്പോഴേക്കും നിധിയും അച്ഛനരികിൽ തന്നെ സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു എന്ന് ഹേമ പറയേ. ഒരു രാത്രി കഴിഞ്ഞപ്പോ നീ അവിടെ എങ്ങനെ ജീവിക്കുന്നെന്ന് അച്ഛന് മനസ്സിലായി എന്ന് അരുണും പറയുന്നുണ്ട്. നിനക്കവിടെ ശരിക്കും സന്തോഷാണോ മോൾ എന്നച്ഛൻ ചോദിക്കേ. അതെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് നിധിയും. അല്ല, ആ ജീവിതം നീ തന്നെ തിരഞ്ഞെടുത്തതാണെന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും ചോദിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കാ. നിനക്കവിടെ പ്രശ്നമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ എന്നച്ഛൻ ചോദിക്കേ. എനിക്കവിടെ സന്തോഷം തന്നെയാ അച്ഛാ. ഈ വീട്ടിലുള്ളതുപോലുള്ള സൗകര്യങ്ങളൊക്കെ കുറവ്, പക്ഷെ എല്ലാരും നല്ല സ്നേഹത്തോടെയാ നോക്കുന്നത്. എന്നെ അവർക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ അവർക്കറിയാൻ വെച്ച അതിനുള്ള സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് നിധി സന്തോഷത്തോടെ പറയുക. നിന്നെ മനസ്സിലാക്കാതെ പോയത് അപ്പോ ഞാനാണല്ലേ നിധി എന്നച്ഛൻ ടെൻഷനോടെ ചോദിക്കേ. അയ്യോ അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്ന് നിധിയും. എനിക്ക് മനസ്സിലാവും മോളെ, ഞാനാ ശരിക്കും നിന്നോട് തെറ്റ് ചെയ്തതല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണെന്ന് എനിക്കറിയാം. ആ സൂര്യയെ വിവാഹം കഴിക്കാൻ ഞാൻ നിർബന്ധിക്കരുതായിരുന്നു. ആ വിവാഹത്തിന് ഞാൻ വാശി പിടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഈ വീട് തന്നെ വിട്ടുപോയത്. അന്ന് നിന്റെ വാക്ക് കേട്ട് ആ വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു അല്ലേ മോളെ എന്നച്ഛൻ ടെൻഷനോടെ ചോദിക്കേ. രാജീവേട്ടാ, എന്താ ഇത്? കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞില്ലേ? തിരിച്ച് വീട്ടിലേക്കും വന്നു, പിന്നെന്താ എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല ഹേമ, ആലോചിക്കുമ്പോ മനസ്സിലൊരു വിങ്ങല. ഒരു നല്ല അച്ഛനെ പോലെയല്ല ഞാൻ പെരുമാറിയത്. ഇവളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇവൾ ഉറപ്പായിട്ടും എന്നോട് സുധീഷിനെ പറ്റി പറയുമായിരുന്നു. അന്തസ്സും അഭിമാനവും നോക്കാതെ ഇവളുടെ സന്തോഷം മാത്രം നോക്കി ഇവളെ സുധീഷിന് വിവാഹം ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. അതൊന്നും ചിന്തിക്കാതെ ഞാൻ ഇവളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്തിന്? ഇവളുടെ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ നശിപ്പിച്ചു. അത് നേടിക്കൊടുക്കാൻ സുധീഷല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോറിഡാ എന്നവളോടായി പറയേ. എന്തിനാച്ചാ ഇപ്പൊ സോറിയൊക്കെ പറയുന്നു നിധിയും. ഹേമയും നിന്റെ അച്ഛൻ ഒരുപാട് മാറിപ്പോയി മോളെ. നിധിയല്ല, ഞാനാണ് തെറ്റ് ചെയ്തതെന്നാ ഇപ്പൊ പറയുന്നത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം നാട്ടുകാരെല്ലാം വിളിച്ച് ആഘോഷപൂർവ്വം നടത്താതിരുന്നത് തെറ്റായി പോയി എന്നാ അച്ഛൻ ഇപ്പൊ പറയുന്നത് എന്നമ്മ പറയുന്നത് കേൾക്കെ നിധിയും ടെൻഷനോടെ ഏട്ടത്തി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. നിന്റെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നീ അച്ഛനോട് തുറന്നു പറ. നിന്റെ പേരിൽ ഒരു തെറ്റുമില്ലെന്നും വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ആ കല്യാണം നടന്നതെന്നും അതൊരു കള്ള കല്യാണമായിരുന്നുവെന്നും പറ. ഒരു കല്യാണമായിട്ട് നീ കാണുന്നില്ലെന്ന് മനസ്സിലായ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതോ ആ വിഷയം കാരണം അച്ഛനുണ്ടായ സങ്കടവും ഒക്കെ പോകും എന്നൊക്കെ സാന്ദ്രയെടുത്തി പറഞ്ഞതോർത്ത് സത്യം തുറന്നു പറഞ്ഞാലോ എന്ന ആലോചനയോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഹരീഷും നിധുവും രാത്രിയിൽ മൊബൈലിൽ പ്രണയസല്ലാപം നടത്തുന്നതും നികേഷ് അത് കണ്ടുപിടിക്കുന്നതും അച്ഛന്റെ മാറ്റത്തെക്കുറിച്ച് നിധി സന്തോഷത്തോടെ സുധീഷിനോട് സംസാരിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.